ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീനാസ്കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്കപ്പഴം വെച്ചിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നേ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു 2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിനാണ് ഞാൻ 2 കപ്പ് ശർക്കര എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിനാണ് അളവെടുക്കുന്നത് ആ കപ്പിന് തന്നെ ബാക്കിയുള്ള അളവൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ശർക്കര നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് ശർക്കരയ്ക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിവിടെ ഇരുന്നൊന്ന് ഉരുകി വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനി ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വന്നോട്ടെ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചക്കപ്പഴം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം 2 കപ്പ് ചക്കപ്പഴത്തിൻ്റെ പൾപ്പാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചക്കപ്പഴം എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വരിക്ക ചക്കപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ചക്കപ്പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരി ഒന്ന് അരച്ചെടുക്കണം. ഞാനപ്പോൾ ഒരു 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 3 മണിക്കൂർ മുന്നേ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അളവൊക്കെ ഒന്നുകൂടെ പറയാം. 2 കപ്പ് പച്ചരി, 2 കപ്പ് ശർക്കര, അതുപോലെ 2 കപ്പ് ചക്കപ്പഴത്തിൻ്റെ പൾപ്പ്, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. അതിൽ ചിലപ്പം കല്ലും മണ്ണൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് നമുക്കൊരു 4 ഏലക്ക ഇട്ട് കൊടുക്കാം. അത് ഞാൻ മുഴുവനത്തോടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ പച്ചരിയും ശർക്കരയും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ചെറിയൊരു തരിയോട് കൂടെ വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാതും കൂടെ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിക്കോളൂ. ഇപ്പം ഞാൻ എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഉണ്ണിയപ്പത്തിൻ്റെ പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ ഒരു 1/4 കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ബാറ്റർ തയ്യാറാക്കി ഉടനെ തന്നെ ഉണ്ണിയപ്പം ചുട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല. അതിന് പകരം നിങ്ങളിത് ഈ ബാറ്റർ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന്
ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് കുറച്ച് തേങ്ങ വറുത്തിടണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരം വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് തേങ്ങ ചിരകിയത് ഇടാൻ താല്പര്യമില്ലെങ്കിൽ അതിന് പകരം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്താലും മതി. ഇതിനി ഒരു ഗോൾഡൻ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി തണുത്തതിന് ശേഷം മാത്രം ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തത് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ കറുത്ത എള്ളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് മതി നമ്മുടെ മാവ്. കുറേ അങ്ങോട്ട് കുറുകാനും പാടില്ല, അതുപോലെ കുറേ അങ്ങോട്ട് ലൂസാവാനും പാടില്ല. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുടാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇനി നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. തീയപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിനി ഒരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല ഗോൾഡൻ കളറായതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കുത്തി പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കുഴപ്പമില്ല, പക്ഷേ ഇതുപോലെയുള്ള പാത്രമാകുമ്പോൾ ശ്രദ്ധിച്ച് വേണം തിരിച്ചിടാൻ. ഇനി അടുത്ത ഭാഗം കൂടെ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി വന്നോട്ടെ. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉണ്ണിയപ്പം കൂടെ ഒന്ന് ചുട്ടെടുക്കാം. അടുത്ത ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ചക്കപ്പഴം വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടണം. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.